ഹായ് ഹലോ മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കിടിലനൊരു എന്താ പറയുക മോര് കറി തയ്യാറാക്കാം. അപ്പോൾ ഇത് നമ്മൾ ചൂടാക്കുകയോ തിളക്കുകയോ അടുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു താളിപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതാ നല്ല 1 കപ്പ് തൈര്, ആവശ്യത്തിന് പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം തൈരെല്ലാം ഇതുപോലെ ഒന്ന് കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. കട്ട ഒട്ടും ഇല്ലാതെ ഉടച്ചെടുക്കുക. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ കഴിക്കാൻ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് താമസമൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ ഒരു അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ കുറച്ച് ബീട്രൂട്ടും കുറച്ച് കാന്താരി മുളകും കൂടെ ചേർത്ത് അരച്ചെടുത്താൽ മാത്രം മതി. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീട്രൂട്ട് ഒരു ചെറിയ ബീട്രൂട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. കളർ കണ്ടാൽ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം കറക്റ്റ് അളവിലിരുന്നാലേ കൊള്ളാവൂ. കൂടിപ്പോയാലും കൊള്ളത്തില്ല, കുറഞ്ഞാലും ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എളുപ്പം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇച്ചിരി തൈരുണ്ട്, നമുക്കൊരു കറിയും വെക്കാൻ പറ്റിയില്ല, പെട്ടെന്നൊന്ന് കഴിക്കണമെന്ന് വിചാരിച്ച് ഇതുപോലെ ഒന്നുണ്ടെങ്കിൽ മതിയാവും. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ കടുകല്ല ഇട്ട് കൊടുത്തേക്കുന്ന 1 ടീസ്പൂണ് കറുത്ത എള്ള് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ എള്ള് നല്ലപോലെ പൊട്ടി പൊരിഞ്ഞ് വരണം കേട്ടോ. നല്ലപോലെ പൊട്ടിയെടുക്കുക, എല്ലാം പൊട്ടിക്കിട്ടണം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് കസ്തൂരി മേത്തി കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിത് ആ തൈരിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിന് ഇത് മാത്രം മതി കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഉത്സാഹവും അതുപോലുള്ള തന്നെ പ്രചോദനവും എനിക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ എടുത്തു കഴിഞ്ഞാൽ ആ മണമെല്ലാം അങ്ങ് പോവും. അപ്പോൾ ഈ എള്ള് പൊരിഞ്ഞ് നല്ല മണമാട്ടോ. ആ കസ്തൂരി മെത്തിയുടെയൊക്കെ മണം നല്ല മണമാണ്. അപ്പോൾ കാന്താരി ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. കാന്താരി ഇല്ലാത്തവർ പച്ചമുളക് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അത് എന്ത് അഭിപ്രായം ആയാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അറിയിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.